അങ്ങനെ അത് അടുത്ത കൊല്ലം ആവാറായിട്ടോ അത് ഞെട്ടി നിൽക്കണം ഉറക്കത്ത് നീട്ടി എന്താ ഇപ്പോൾ അവിടെ നടക്കണമെന്നാണ് അതും ഞെട്ടി നോക്കുന്നത് കേട്ടോ. ജസ്റ്റ് കേക്ക് വാങ്ങി വീട്ടിൽ മുറിക്കാമെന്നാണ് വിചാരിച്ചിരുന്നത്. പിന്നെ അതിൻ്റെ ഫസ്റ്റത്തെ ന്യൂ ഇയർ ആണല്ലോ, അപ്പോൾ വീണ്ടും അടുത്തുള്ളവർക്കൊന്ന് വിളിച്ചിട്ട് സെറ്റാക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ പ്ലാൻ റെഡിയാക്കി. ഫ്രണ്ട്സ് എല്ലാവരുടെ കൂടാമെന്ന് വിചാരിച്ചത്, പക്ഷേ പ്ലാൻ റെഡി ആയില്ല. അങ്ങനെ ടൈം ആവാറായി, കേക്കൊക്കെ ഓപ്പൺ ആക്കി വെച്ചു. അതിന് വീണ്ടും എന്തൊക്കെയാണ് അവിടെ നടക്കണമെന്നൊന്നും മനസ്സിലാവുന്നില്ല, ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ 12 മാലപ്പടം എടുത്ത് പൊട്ടിച്ച് വീഡിയോ എടുക്കും, എല്ലാവരും ഹാപ്പി ന്യൂ ഇയർ പറയണമെന്നും പറഞ്ഞ് ഞാൻ എന്താ ബാക്കോട്ടാണ് കേട്ടോ മണ്ടണത്. അമ്മ അതിൽ പൊട്ടലേനിട്ടോ പേടിച്ചോടിയതാണ് കേട്ടോ. ആദ്യം കൊണ്ട് അമ്മ അകത്തേക്കും പോയിട്ടുണ്ട്. ആദ്യൻ്റെ ഫസ്റ്റ് ന്യൂ ഇയർ ആയതുകൊണ്ട് ആദ്യനെ കൊണ്ട് കേക്ക് മുറിപ്പിച്ചിട്ടാ. ഇതാണ് കേട്ടോ കഴിഞ്ഞ വീഡിയോ പറഞ്ഞ സന്തോഷമുള്ള കാര്യം. അത് കഴിഞ്ഞ് പിന്നെ അച്ഛമ്മനെ കൊണ്ടും കേക്ക് മുറിപ്പിച്ചിട്ടാ. പിന്നെ അതെല്ലാവരും കേക്ക് മുറിച്ച് വെച്ചെടുത്ത് കഴിച്ചിട്ടാ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. വൈറ്റ് ഫോറസ്റ്റും ബ്ലാക്ക് ഫോറസ്റ്റും നമ്മൾ വാങ്ങിയത്. ഇതാണ് കേട്ടോ സങ്കടമുള്ള കാര്യം. ഏട്ടൻ ഞങ്ങളെ കൂടെ ഉള്ളത് വീഡിയോ കോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ആ സമയത്ത് ഏട്ടൻ സൗദി പോയതാണ്. അപ്പോൾ ആ കേക്കൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അതിനും കുറച്ച് കേക്കൊക്കെ കൊടുത്ത് പിന്നെ ഞങ്ങൾ ആ പടക്കൊക്കെ പൊട്ടിച്ച് ആഘോഷിച്ചിട്ട് പൂത്തിരി കത്തിച്ച് ഞാനും അതും കൂടി പൂത്തിരി കത്തിച്ചിട്ട് അതും ആദ്യമായിട്ടാണ് പൂത്തിരി കത്തനൊക്കെ കാണുന്നത്. പിന്നെ അതും ട്രാക്കൊക്കെ മാറിയിട്ടാ. അങ്ങനെ സ്പീക്കറൊക്കെ വെച്ചിട്ട് പിന്നെ ഫുൾ ഡാൻസ് മൂഡായിട്ടാ. റീലൊക്കെ കളിക്കുമ്പോൾ അമ്മമ്മ പറയുന്നുണ്ട് കുട്ടിയൊക്കെ ആയി കഴിഞ്ഞാൽ എൻ്റെ ചാട്ടം നിൽക്കുന്നു. കുട്ടീനെയും വെച്ച് കളിച്ചാലും ഡാൻസ് നമ്മൾ നിർത്തൂല. പിന്നെ അങ്ങോട്ട് ഫുള്ള് തുള്ളൽ കഴിഞ്ഞിട്ടാ. അങ്ങനെ 1:30-2 മണിക്കായിട്ട് കടന്നുറങ്ങുമ്പം അപ്പം അത്രേ ഉള്ളൂ. എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ.